അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 35 ആയത്ത് വരെ നമ്മൾ ഓതി തജ്വീദ് നിയമങ്ങളൊക്കെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ ഇനി 36 ആയത്തൊന്ന് ഓതാം. മാലകും കൈഫ തഹ്കുമൂൻ. ഓക്കെ, ഇതിൻ്റെ തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. മാലക്കും മീമിൻ്റെ മുകളിൽ സുക്കൂന് നന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പം നമ്മളവിടെ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് തന്നെ ലക്കും അവിടെ മീമിനെ ക്ലിയർ ആക്കിയിട്ട് മീമിനെ അവിടെ സുക്കൂന് കൊടുക്കണം. ലക്കും എന്ന് തന്നെ ഓതണം കേട്ടോ. കൈഫ നമ്മൾ പറഞ്ഞതാണ് കാഫിനൊരു ചെരിവ് വേണം. കൈഫ എന്ന് ഓതരുത് കേട്ടോ ആരും. കൈഫ അല്ല, കൈഫ. ഓക്കെ, കൈഫ എൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, പക്ഷെ കൈഫ എന്ന് നമ്മൾ ഓതില്ല. കൈ ഇത്രയും മതി, ഹാഫ് സുക്കൂനെ കൊടുക്കുള്ളൂ കേട്ടോ. കൈഫ തഹ്കുമൂൻ. ഇവിടെയും കണ്ട ഹൻ്റെ മുകളിൽ സുക്കൂന് വന്നാലും ഹാഫ് സുക്കൂനാണ്, യൻ്റെ മുകളിൽ സുക്കൂന് വന്നാലും ഹാഫ് സുക്കൂനാണ്. കൈഫ തഹ്കുമൂൻ. ഓക്കെ, ഇൻഷാ അല്ലാ 37 ആയത്ത് ഒന്ന് ഓതി നോക്കാം. അം ലക്കും കിതാബുൻ ഫീഹി തദറുസൂൻ. ഓക്കെ, നമുക്കിതിൻ്റെ തജ്വീദ് ഒന്ന് നോക്കാം കേട്ടോ. അം ലക്കും നമ്മൾ പറഞ്ഞു മീമിൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ അവിടെ വളരെ വ്യക്തമായിട്ട് ഓതണമെന്ന് പറഞ്ഞു അല്ലേ. അം ഓക്കെ. അം ലക്കും ഇതാ കണ്ട, രണ്ട് സ്ഥലത്തും മീമിൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ വളരെ വ്യക്തമായിട്ട് അവിടെ ഓതണം കേട്ടോ. അം ലക്കും കിതാബുൻ. ഇവിടെ നോക്കൂ, രണ്ട് ലൊമ്മ വന്നിട്ടുണ്ട്, രണ്ടും വിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെ വിട്ട് വരികയാണെങ്കിൽ നമ്മളവിടെ കിതാബുൻ എന്ന് പറയില്ല. എങ്ങനെ ഓതുന്നേ? നാവ് മുകളിൽ തട്ടാതെ കിതാബുൻ. ഇവിടെ നമ്മൾ തഇനെ നീട്ടാനായിട്ട് ഒരു അലിഫ് മദ് ഉണ്ട് അല്ലേ. അലിഫ് മദ് ഉണ്ട്. മദ് അസ്ലി എന്നാണ് ഇതിന് പറയുന്നത്. 2 ഹറക്കത്ത് മാത്രം നീട്ടിയാൽ മതി കേട്ടോ. കിതാബുൻ ഫീഹി തദ്റുസൂൻ. ദാലിന് സുക്കൂന് വരുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? ഫുള്ള് സുക്കൂന് കൊടുക്കണം. തദ്. ഓക്കെ, തദ്റുസൂൻ. ഇൻഷാ അല്ലാ 38 ആയത്ത് ഒന്ന് ഓതിയിട്ട് തജ്വീദ് നിയമം ഒന്ന് പറയാം കേട്ടോ. ഇന്ന ലക്കും ഫീഹി ലമാ തഖയ്യറൂൻ. ഓക്കെ, ഇതിൻ്റെ തജ്വീദ് ഒന്ന് നോക്കാം. ഇന്ന നൂൻ്റെ മുകളിൽ ശബ്ദ വന്നാൽ പ്രത്യേകം ഒന്ന് മണിച്ചു കൊടുക്കണം. ഇന്ന നമ്മൾ പല സ്ഥലത്തും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണത് അല്ലേ. ഇന്ന ലക്കും ഫീഹി ലമാ. ഫീഹി ഫഇന് ഫ കഴിഞ്ഞിട്ട് ഒരു യ വന്നിട്ടുണ്ട് അല്ലേ. അത് യാ മദ്ദാണ്. അവിടെ 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കണം. ഫീഹി. ഓക്കെ, ഫീഹി ലമ. മീമിൻ്റെ ഒപ്പം തന്നെ അലിഫ് വന്നിട്ടുണ്ട്. അവിടെയും 2 ഹറക്കത്ത് നീട്ടണം, ഇവിടെയും 2 ഹറക്കത്ത് നീട്ടണം. ഇവിടെ ഫീഹി ലമ. ഓക്കെ, ഫീഹി ലമ തഖയ്യറൂൻ. ഇനെ നമ്മളെ തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് തൊണ്ടയുടെ അക്ഷരമാണ് തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരമാണ് ഹ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇനെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചുച്ചരിക്കണം കേട്ടോ. തഹ ഒരു തരിപ്പ് സൗണ്ട് അല്ലേ. ഓക്കെ, തഖയ്യറൂൻ. ഇനി ശ്രദ്ധയുണ്ട് കേട്ടോ, കനപ്പിച്ചു കൊടുക്കണേ. തഖയ്യറൂൻ. 39 ആയത്ത് ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ലക്കും അയ്മാനുൻ അലൈനാ ബാലിഗതുൻ ഇലാ യൗമിൽ ഖിയാമത്തി ഇന്ന ലക്കും ലമാ തഹ്കുമൂൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. അം ലക്കും അയ്മാനുൻ. ഇവിടെ നോക്കൂ, ഇവിടെ ലൊമ്മ വന്നിരിക്കുന്ന രൂപം നിങ്ങൾ കണ്ടോ? ഒരു പ്രത്യേക രൂപത്തിൽ അല്ലേ. നമ്മൾ മുകളിൽ കണ്ട
ഈ രൂപം ഒന്നുമല്ല, ഈ രൂപത്തിൽ നിന്നൊക്കെ എത്രയോ ചേഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ ഈ ഒരു രൂപത്തിൽ ലൊമ്മ വന്നാൽ അവിടെ കറക്റ്റ് നമ്മൾ ഐമാനുൻ, നുൻ, അവിടെ നൂനിനെ വെളിവാക്കണം. ഐമാനുൻ എന്ന് തന്നെ ഓതണം കേട്ടോ. ഓക്കെ, ഐമാനുൻ അലൈന, അലൈന ബാലിഗത്തുൻ, അലൈന ബാലിഗത്തുൻ. ഇവിടെ നോക്കൂ, തുൻ. ഇതേപോലത്തെ തന്നെ നല്ല വ്യക്തമായിട്ട് ക്ലിയർ ആക്കി ഓതാനുള്ള ലൊമ്മയാണ് വന്നിട്ടുള്ളത് അല്ലേ. ബാലിഗത്തുൻ, ഐമാനുൻ, ബാലിഗത്തുൻ. ഓക്കെ, ഇലാ യൗമിൽ ഖിയാമത്തി, ഇല, ലാമിൻ്റെ ഉള്ളിലൊരു അലിഫ് ഉണ്ട് അല്ലേ. 2 ഹറക്കത്ത് മാത്രം നീട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇതാ ഇവിടെയും ഇതാ കണ്ടോ, 3 സ്ഥലത്ത് കുഞ്ഞ് അലിഫ് അല്ലേ, ബേബി അലിഫ്. ഇതിനെ 2 ഹറക്കത്ത് മാത്രം നീട്ടിയാൽ മതി കേട്ടോ. യൗമിൽ ഖിയാമത്തി, യൗമിൽ ഖിയാമത്തി ഇന്നലക്കും, ഇന്നലക്കും ലമാ തഹ്കുമൂൻ. ലമാ, ലമാ ഇവിടെ 2 ഹറക്കത്ത് നീട്ടണം കേട്ടോ. ലമാ തഹ്കുമൂൻ. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് 40ാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കാം. സൽഹും അയ്യുഹും ബിദാലിക സഈം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ തജ്വീദ് ഒന്ന് നോക്കാം കേട്ടോ. സൽഹും, സൽഹും, ലാമിൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട് അല്ലേ. നമ്മളവിടെ ഹാഫ് സുക്കൂനാട്ടോ കൊടുക്കുക. ലാമിന് സുക്കൂന് വന്നാലും ഹാഫ് സുക്കൂൻ. സൽ, സൽ, ഇത്രയും മതി കേട്ടോ. സൽഹും അയ്യുഹും ബി. ഇവിടെ നോക്കൂ, മീമിൻ്റെ മുകളിൽ സുക്കൂനൊന്നുമില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് അയ്യുഹും എന്നവിടെ വ്യക്തമായിട്ട് ഓതാൻ കഴിയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഈ മീമിനെ ബയിലേക്ക് ചേർത്ത് മണിച്ച് ഓതണം. അപ്പം നമ്മൾ എങ്ങനെ ഓതും? അയ്യുഹും ബി, അയ്യുഹും ബി എന്ന് ഓതരുത് കേട്ടോ. അയ്യുഹും ബി. നമ്മുടെ ചുണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് ചുണ്ട് പൂടാൻ പാടില്ല. ഒരു പേപ്പർ വെക്കാനുള്ള ഒരു സ്പേസ് അവിടെ വേണം. അപ്പം എങ്ങനെയാണ്? അയ്യുഹും ബി, അയ്യുഹും ബിദാലിക. ഓക്കെ, ബിദാലിക സഈം, ബിദാലിക സഈം, ബിദാലിക സഈം. ഐനാണ് കേട്ടോ, ഐൻ. സഈമായി പോവരുത് കേട്ടോ ഓതുമ്പോൾ. സഈം, സഈം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.